രാഹുൽ എന്നും തൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ച് അവൾ എല്ലാ കാര്യങ്ങളും അവനോട് പങ്കുവച്ചു. ഇപ്പോൾ രാഹുലിന് തന്നെ നന്നായിട്ട് അറിയാം, അവൻ തന്നെ മനസ്സിലാക്കി എന്ന് ചിന്തിച്ചപ്പോൾ മീനുവിന് നാണവും സന്തോഷവും തോന്നി. അങ്ങനെ രാഹുലുമായുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് ചെന്നു. പെട്ടെന്നാണ് വീട്ടുമുറ്റത്ത് അച്ഛൻ്റെ ബൈക്ക് കണ്ടത്. ദൈവമേ, ഇന്ന് അച്ഛൻ ഇത്ര നേരത്തെ വീട്ടിലെത്തിയോ? അവൾ അതും ചിന്തിച്ച് വാച്ചിൽ സമയം നോക്കിയപ്പോൾ 5:30 മണി. അവൾ വീടിനകത്തേക്ക് കയറി. അപ്പോൾ അച്ഛൻ ഹാളിലെ സോഫയിലിരുന്ന് TV കാണുമായിരുന്നു. അവൾ അയാളെ ആകെ മൊത്തമായി നോക്കി. ഷർട്ടിൻ്റെ പാതി ബട്ടൺസും അഴിച്ച് അലക്ഷ്യമായിട്ടിരിക്കുവാണ്. ഹോ, ഇന്ന് നല്ല കോലത്തിലാണല്ലോ, നല്ലോണം കഴിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ, അവൾ മനസ്സിൽ പറഞ്ഞു. അയാൾ കാണാതെ അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ അവൾ മുറിയുടെ അടുത്തെത്തി ഒന്ന് തിരിഞ്ഞു നോക്കി. അച്ഛൻ TV-യിൽ ഏതോ ഇംഗ്ലീഷ് പടവും കണ്ടുകൊണ്ടിരിക്കുവാണ്. അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ കതക് തുറന്ന് അകത്ത് കയറി കതകടച്ച് കുറ്റിയിട്ടു. ഹോ, ഭാഗ്യം, രക്ഷപ്പെട്ടു. അല്ല, അമ്മയെ കണ്ടില്ലല്ലോ, ഇനി അടുക്കളയിലെങ്ങാനും കാണുമോ? ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മാലതി ആൻറ്റിയുമായി സംസാരിക്കുമായിരിക്കും. ഇനി പരദൂഷണമൊക്കെ കേട്ടും പറഞ്ഞും തിരികെ വരാൻ വൈകും. അവൾ അതും ചിന്തിച്ച് തോർത്തുമെടുത്ത് കുളിക്കാൻ പോകവേ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. അവൾ ബാഗ് തുറന്ന് ഫോൺ എടുത്തു. ഡിസ്പ്ലേയിൽ ഉണ്ണിക്കുട്ടൻ എന്ന് തെളിഞ്ഞു കണ്ടു. അവൾ കോൾ എടുത്തു. എടാ ഉണ്ണി, പറ. ചേച്ചി, നീയും രാഹുലും ഇന്ന് കറങ്ങാൻ പോയിരുന്നല്ലേ? അതെ, നീ എങ്ങനെ അറിഞ്ഞു? എന്നോട് അവൻ തന്നെ പറഞ്ഞതാ ചേച്ചി. പക്ഷേ എടി, അത് വേണ്ടായിരുന്നു കേട്ടോ. എടാ, അത് പിന്നെ. അത്രയും പറഞ്ഞ് അവൾ ഒരു നിമിഷം മൗനമായിരുന്നു. ചേച്ചി, ഞാൻ പറഞ്ഞിരുന്നതല്ലേ അവൻ്റെ പ്രവൃത്തികളൊക്കെ. അവൻ്റെ സ്വഭാവമെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതാ ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. എടാ, അവൻ നിന്നോട് എന്താ പറഞ്ഞേ? അവനെല്ലാം പറഞ്ഞു ചേച്ചി, എല്ലാം. പക്ഷെ ഒന്നുകൊണ്ടും കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവൻ ഇനിയും വേറെ ആളുടെ പിറകെ പോകുമെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. അത് കേട്ട് മീനു ഞെട്ടി. എടാ, അങ്ങനെയൊന്നും പറയാതെ. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കാമുകന്മാരായിട്ട് തന്നെ വേണമെന്നില്ല, നമുക്ക് ബെസ്റ്റി ആയിട്ടെങ്കിലും പോകാമെന്ന്. അത് കേട്ട് ഉണ്ണി ചിരിച്ചു. എന്താടാ ചിരിക്കുന്നേ? ബെസ്റ്റിയാക്കാൻ പറ്റിയ ആളാവൻ. എടി, അവൻ അങ്ങനെയൊന്നുമല്ല. അവന് മുൻപും കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒഴിവാക്കി. അവന് ഇത് തന്നെയാ പരിപാടി. അവൻ ഒഴിവാക്കിയാൽ പിന്നെ ഒഴിവാക്കിയതാ, പിന്നെ ഒരു തിരിച്ചു വരവുണ്ടാവില്ല. ഇനിയെങ്കിലും മണ്ടത്തരം കാണിക്കാതിരിക്കുക ചേച്ചി. എടാ ശരി, ഞാൻ നോക്കട്ടെ, മീനു നിരാശയോടെ പറഞ്ഞു. എന്നാ ഓക്കെ. പിന്നെ പുതിയ ജോലി ശരിയായോ? ഇല്ലടാ, നോക്കുന്നുണ്ട്. ഒരു വേക്കൻസി ഉണ്ട് ചേച്ചി. എവിടെയാടാ? ഡീറ്റെയിൽസ് പറ. ചേച്ചി, ഞാൻ ദേ ഇപ്പോൾ വിളിക്കാം. ഒരാളെ വിളിച്ച് അന്വേഷിക്കാനാ. ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. ആണോ? എടാ, എന്നാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാമോ? ഞാൻ കുളിക്കാൻ പോവുക. ആണോ? എന്നാ ഓക്കെ ചേച്ചി, അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. അങ്ങനെ അവൾ ഫോൺ വെച്ചു. അവൾ തോർത്തുമെടുത്ത് പതിയെ കതക് തുറന്ന് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൾ അച്ഛനെ നോക്കി. പുള്ളി ഇപ്പോഴും സിനിമയിൽ ലയിച്ചിരിപ്പാണല്ലോ, ഭാഗ്യം. അവൾ അതും ചിന്തിച്ച് കതകടച്ച് തിരിഞ്ഞതും അത് കണ്ട് ഞെട്ടി. അയാൾ തിരിഞ്ഞു നോക്കുന്നു. അച്ഛൻ തന്നെ കണ്ടിരിക്കുന്നു. ഇനി എന്തൊക്കെ പൊല്ലാപ്പാണാവോ നടക്കാൻ പോകുന്നേ, അവൾ ചിന്തിച്ചു. നീ വന്നോ മോളെ, ഇതെപ്പോ എത്തി എന്നും ചോദിച്ച് അയാൾ സോഫയിൽ നിന്നും എണീറ്റ് ഉറക്കം തൂങ്ങിയ മട്ടിൽ മീനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവളെ നോക്കി അയാൾ പല്ല് മൊത്തം വെളിയിൽ കാണിച്ച് ചിരിച്ചു. അത് കണ്ട് അവൾ പുച്ഛഭാവമിട്ടു. എന്താടി വൈകിയത്? അയാളുടെ ചോദ്യം. വൈകിട്ടൊന്നുമില്ലല്ലോ അച്ഛാ, ഞാൻ എന്നും ഈ സമയത്തൊക്കെ തന്നെയല്ലേ വരാറ്. അവളുടെ മറുപടി കേട്ടതും അയാൾ പൊട്ടിച്ചിരിച്ചു. അതെ, അത് പിന്നെ മോള് ആഫീസിൽ ജോലിക്ക് പോയിട്ട് വരുന്ന സമയം. ഇത് ഞാൻ ചോദിച്ചത് നീ കണ്ടവൻ്റെ കൂടെ കറങ്ങി വരുന്ന സമയം. അത് കേട്ടതും അവൾ ഞെട്ടി. എന്ത് പറയണമെന്നറിയാതെ അവൾ മിണ്ടാതെ നിന്നു. ഇങ്ങനെ ഏതോ അവൻ്റെ കൂടെയൊക്കെ നടക്കുന്നത് ശരിയാണോ മോളെ? അച്ഛാ, അവൻ എൻ്റെ ഫ്രണ്ടാണ്. അവൻ എനിക്ക് ബ്രദറിനെ പോലെയാണ്. അത് കേട്ടതും അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ബ്രദർ. കൊള്ളാം. വളരെ അന്തസ്സോടെയും മാന്യമായിട്ടും പോകുന്ന കുടുംബമാണിത്. ഇനി നീയായിട്ട് ഈ വീട്ടിൽ പേരുദോഷമൊന്നും ഉണ്ടാക്കരുത്. അയാളുടെ ഗൗരവത്തോടെയുള്ള ആ സംസാരം കേട്ടപ്പോൾ അവൾക്ക് ചിരി പൊട്ടി. ചിരി അടക്കി വെക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അവൾ പൊട്ടിച്ചിരിച്ചു.
അന്തസ്സ് പോലും ചിരിയോട് ചിരി, മാന്യമായ കുടുംബം പോലും വീണ്ടും ചിരി. അവളുടെ ചിരി കണ്ട് അയാൾക്ക് കലിപ്പായി. ഹാ, നീ ചിരിക്ക്. നിന്റെ ചിരി ഇനി കൂടിപ്പോയാൽ 2 മാസം കൂടിയേ കാണൂ. നിന്റെ കല്യാണമാ വരുന്നേ. ചെക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാ നിന്റെ അമ്മ അപ്പുറത്തെ വീട്ടിലോട്ട് പോയിരിക്കുന്നത്. അത് കേട്ട് അവളുടെ ചിരി നിന്നു. അവൾ ഒരു ഞെട്ടലോടെ അയാളെ നോക്കി. നിന്റെ അമ്മ നല്ല ഹാപ്പിയാണ് കേട്ടോ. ചെക്കൻ നാട്ടിൽ വലിയ ബിസിനസ്മാൻ ആണ്. ഒരു ദുശീലവുമില്ലാത്ത വളരെ നല്ല ചെക്കനാ. വളരെ നല്ല കുടുംബം. അതുകൊണ്ട് തന്നെ നിന്റെ അമ്മയ്ക്കും നല്ല താല്പര്യമാണ്. പക്ഷേ വേറൊരു കാര്യം. അതും പറഞ്ഞ് അയാൾ ഒന്നുകൂടി മീനുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ആ ചെക്കനെക്കുറിച്ച് ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് പുറമേയുള്ള കാഴ്ചപ്പാട് മാത്രമാ. സത്യത്തിൽ അവന് ഇല്ലാത്ത ദുശീലങ്ങളില്ല. അവനെ ആള് ഒരു ജഗജില്ലയാ. എനിക്ക് പറ്റിയ മരുമോൻ തന്നെയാ. അതും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എല്ലാം കേട്ട് മീനു സ്തംഭിച്ച് നോക്കി നിൽക്കുമായിരുന്നു. അയാൾ തുടർന്നു. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ നല്ല വീട്ടിൽ കെട്ടിച്ചയക്കുമെന്ന്? നീ അനുഭവിക്കണം. നീ എന്നും വിഷമിക്കണം. അതാണ് എൻ്റെ സന്തോഷം. അതും പറഞ്ഞ് അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ആഹാ, അച്ഛനും മോളും നല്ല സന്തോഷത്തിലാണല്ലോ. പെട്ടെന്നായിരുന്നു അമ്മയുടെ ശബ്ദം. അമ്മ അടുത്ത വീട്ടിൽ പോയിട്ട് വരുന്ന വരവാണ്. അതെ, ഞാൻ ഇവളോട് കല്യാണക്കാര്യം പറയുമായിരുന്നു. ചെക്കൻ നല്ലവനാ, നല്ല കുടുംബമാ, നിന്നെ നന്നായിട്ട് നോക്കുമെന്നൊക്കെ പറയുമായിരുന്നു. അതും പറഞ്ഞ് അയാൾ അവളെ ഒരു കള്ളനോട്ടം നോക്കി ആക്കിയ ചിരി ചിരിച്ചു. ആണോ ചേട്ടാ? മോളെ, മോളുടെ കഷ്ടപ്പാടെല്ലാം മാറാൻ പോകുവാട്ടോ. അതും പറഞ്ഞ് അമ്മ അവളുടെ തലയിൽ തലോടി. മോളെ, ഇനി മോൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ലാട്ടോ. കേട്ടിടത്തോളം അവർ നല്ല കുടുംബക്കാരാ. പയ്യന് പെങ്ങൾമാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നാത്തൂൻ പോരൊന്നും ഉണ്ടാവില്ല. പിന്നെ ആകെയുള്ളത് ഒരു ചേട്ടനാ. അവനാണെങ്കിൽ കല്യാണവും കഴിച്ച് വിദേശത്ത് തന്നെയാണ് താമസം. പിന്നെ പയ്യന്റെ അമ്മ, അതൊരു പാവമാണ് കേട്ടോ മോളെ. അമ്മ പതുക്കെ അവളോടെല്ലാം പറഞ്ഞു. അച്ഛൻ ഇത്തവണ തനിക്കിട്ട് നല്ല 1-ാം തരം പണി തന്നെയാണല്ലോ തന്നിരിക്കുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ മീനു. ഇനി എന്ത് ചെയ്യും? അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞാലോ? അച്ഛൻ്റെ ഉടായിപ്പൊക്കെ. ഏയ്, അല്ലെങ്കിൽ വേണ്ട. അമ്മ തന്നെ വിശ്വസിക്കില്ല. അമ്മയെന്നല്ല, ആരും വിശ്വസിക്കില്ല. കാരണം അച്ഛൻ്റെ അഭിനയത്തിന് മുന്നിൽ കീഴ്പ്പെടാത്ത ഒരേ ഒരാൾ അത് താൻ മാത്രമാണ്. അതുകൊണ്ട് ഇതാരോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അവൾ ചിന്തിച്ചു. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. അവൾ എടുത്തു നോക്കിയപ്പോൾ ഉണ്ണിയാണ്. പക്ഷെ അപ്പോൾ അവൾ കോൾ എടുത്ത് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. അവൾ കോൾ കട്ട് ചെയ്തു കുളിമുറിയിലേക്ക് ചെന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അച്ഛൻ വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. പിന്നെ അമ്മ കാണാതെയുള്ള അയാളുടെ കളിയാക്കിക്കൊണ്ടുള്ള ചിരിയും മീനുവിനെ വളരെയധികം വിഷമിപ്പിച്ചു. എന്നാലും അച്ഛൻ എന്തിനായിരിക്കും തന്നോട് ഇത്രയും ദേഷ്യവും പകയും? താൻ മുൻപ് അച്ഛൻ പറഞ്ഞ മണ്ടത്തരത്തിലൊന്നും ചെന്ന് ചാടിയിട്ടില്ല. താൻ തനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിച്ചു, നല്ല ജോലിയും വാങ്ങിച്ചു. അച്ഛൻ പറയുന്ന കാര്യങ്ങളോട് എതിർപ്പുണ്ടായിരുന്നെങ്കിലും അത് അപ്പോൾ തന്നെ തുറന്ന് പറയുകയും ചെയ്തിരുന്നു. അതെ, അങ്ങനെയൊക്കെ തുടങ്ങിയതാണ് അച്ഛന് തന്നോട് ഇത്രയും ദേഷ്യവും പകയും. ഏയ്, താൻ ചെയ്ത കാര്യങ്ങളൊക്കെ വലിയ തെറ്റാണോ? അതിനെന്തിനാണ് ഇത്രയും ദേഷ്യം? ഇതൊന്നുമല്ല. അച്ഛൻ്റെ കുടുംബം തന്നെ ആകെ മൊത്തം അലമ്പാണ്. അപ്പോൾ അവരിൽ പെട്ടത് തന്നെയാണല്ലോ അച്ഛൻ. അപ്പോൾ പിന്നെ ഇത്തരം സ്വഭാവം തന്നെയല്ലേ കാണിക്കത്തുള്ളൂ, അവൾ ചിന്തിച്ചു. അന്ന് രാത്രി അവൾക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ണിയുടെ 2 മിസ് കോളും ഒരു മെസ്സേജും. അവൾ മെസ്സേജ് വായിച്ചു. എന്ത് പറ്റി ചേച്ചി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതായിരുന്നു അവൻ്റെ മെസ്സേജ്. എന്നാലും രാഹുൽ വൈകിട്ട് ഒന്ന് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. താൻ ഇന്ന് തൻ്റെ ജീവിതകഥയും താൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവനോട് പങ്കുവച്ചിട്ടും അവനൊന്ന് വിളിച്ചില്ലല്ലോ. അതും ചിന്തിച്ച് അവൾക്ക് വളരെയധികം വിഷമം തോന്നി.